നല്ല സ്വാദിഷ്ടമായ മത്തിയും തേങ്ങയും വറുത്ത് കുത്തിപ്പൊടിച്ച ഒരു ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ചെറിയ മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം മത്തിയിൽ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം ഒരു ഫ്രൈ പാനിൽ അടി പരക്കുന്ന വിധം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ മത്തി ഓരോന്നായി ഇതിലേക്കിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. നന്നായി മുരിഞ്ഞ് വരണം. അകവും പുറവും തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ മൊരിഞ്ഞ് വരണം. ഇതുപോലെ ഏകദേശം മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഇട്ട് ഇളക്കി കൊടുക്കാം. രണ്ടും ഒരുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നീട് ബാക്കി എണ്ണയിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ അതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം. അതേസമയം തന്നെ 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 5 വറ്റൽമുളകും ചേർക്കാം. എല്ലാം ചേർത്ത് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ച് അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളൻപുളിയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇത് മിക്സിയിൽ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നിച്ചിടണം കേട്ടോ. ഇട്ട് 1-2 പ്രാവശ്യം കറക്കിയെടുത്താൽ മതി. വല്ലാതെ പൊടിഞ്ഞു പോകാതെ നോക്കണം. വളരെ രുചികരമായ ഒരു ചമ്മന്തി പൊടി റെഡിയായി. ഇത് ചോറിനൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് 1-2 ആഴ്ചയൊക്കെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് കറികളോടൊപ്പം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. താങ്ക് യു.